പാദം മുറിച്ച് കളഞ്ഞു. മോനെ ഇങ്ങനെ വന്നാടാ, നിനക്ക് കണ്ണിന് എന്നാടാ പ്രശ്നം? ജന്മനെ ഉള്ളതാണ്. മോൻ എത്രയിലാടാ പഠിക്കുന്നേ? 5-ലോ? താനോ? ഞാൻ 10 പഠിക്കുന്നു. ഇപ്പം വർഷാപ്പിൽ പോകും. ഇത് എന്തുകൊണ്ടൊക്കെയാ ഞാൻ എന്നാ ഈ കഞ്ഞി കുടിക്കാത്ത ബിസ്ക്കറ്റ് കഴിക്കുന്നേ? വൈകുന്നേരം കഴിക്കാൻ വേണ്ടി കരയുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ സത്യസന്ധമായി പറയുകയാണ്, ഈ ഒരു വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീല് അറിയുകയുള്ളൂ. ഒരു അമ്മ കാല് മുറിച്ച് കിടക്കുകയാണ്. 2 മക്കൾ, അതിൽ ഒരു മോൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു മോന് വർക്ക്ഷോപ്പിൽ പോയി അവൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട്, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് ഓർക്കണം. അവൻ കഷ്ടപ്പെട്ട് പഠിത്തത്തോടൊപ്പം അവൻ തൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് അമ്മയും സഹോദരനെയും കുടുംബത്തെയും ബാധ്യത അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ വെച്ചിരിക്കുന്ന കഞ്ഞി, അതാണ് എന്നെ ഏറ്റവും വളരെയധികം വേദനിപ്പിച്ച, സത്യം പറയാലോ വളരെയധികം വേദന ഉണ്ടാക്കി. ആ ഒരു കഞ്ഞി അത് എന്താണ് കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് ബാക്കി വെച്ചിരിക്കുന്നത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയാണെന്നാണ്. നമ്മുടെ കുട്ടികളോ കഞ്ഞി കുടിക്കാറുണ്ടോ? നമ്മൾ ഏതെങ്കിലും മക്കൾ ചുമ്മാതെ കഞ്ഞി കുടിക്കാറുണ്ടോ? അഥവാ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഫുഡാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. അത്രത്തോളം ഫുഡിന് വിലയുള്ള ഒരു കുഞ്ഞാണ്. അവനെ വളർന്നു വരുമ്പോൾ അവനെ അറിഞ്ഞ് പഠിപ്പിക്കേണ്ടത് സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ച്, അപ്പോൾ ഇതുപോലെയുള്ള നന്മയുള്ള കുഞ്ഞുങ്ങൾ എത്ര വളർന്നാലും അവൻ അതിലെ ഡെഡിക്കേഷനായി അവൻ ഒരിക്കലും വഴിതെറ്റി പോകില്ല. 100% ഉറപ്പാണ് ഈ കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റി പോകില്ല. വീട്ടിലെ ദാരിദ്ര്യവും അവസ്ഥയും ഒക്കെ അറിഞ്ഞു വളർന്ന കുടുംബത്തിൻ്റെ ബാധ്യത അവൻ ഏറ്റെടുക്കാൻ അവൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നാളെ ഒരു കാലത്ത് അവൻ നല്ല മിടുക്കനായിട്ട് നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന അത്രയും മിടുക്കനായ ഒരു കുഞ്ഞായിട്ട് മാറും. അവന് അത്രയും കുടുംബത്തെ അവൻ സ്നേഹിക്കുന്ന മോനാണ്. നമ്മുടെ ഓരോ കുട്ടികളും വളരേണ്ടത് കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ്, കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയാണെങ്കിൽ അത് അറിഞ്ഞ് മനസ്സിലാക്കി വളരുക, കുടുംബത്തിനൊരു താങ്ങായും തണലായി മാറുക, അതോടൊപ്പം പഠിക്കുക, പഠിച്ച് മിടുക്കനായിട്ട് മാറുക. പോലെയുള്ള ജീവിതങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ടെന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. താങ്ക് യു.